പറയാ എന്റെ ഇത് എന്ന് പറഞ്ഞാല് TUCDയോ ഒന്നുമല്ല, ഒരു VMC മെമ്പർ എന്ന് പറഞ്ഞ ഒരു ചെറിയ ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. ഒരു VMC മെമ്പർ ആവുക, അല്ലാതെ എനിക്ക് ഇത് ആവണം അത്ര ആവണമെന്നില്ല. അപ്പൊ വരുമാനങ്ങളെക്കാൾ വിചാരിച്ചമ്മ എത്ര ആവും എന്നുള്ളത് അല്ലേ, അതിലാണ് എന്റെ ആഗ്രഹം. വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, ഒരു VMC മെമ്പർ അത്ര മതി, അത്ര മതി. നമ്മളെ സുധീഷ് മാറനാഥ് സാർ എപ്പോഴും പറയും, ഞാനൊരു ചെറിയ വണ്ടി എടുത്തിട്ടുള്ളൂ, 50 ലക്ഷം റുപ്യന്റെ വണ്ടി എടുത്തിട്ടുള്ളൂ എന്ന് പറയും. അതുപോലെ ഞാൻ പറയാം, വലിയ ആഗ്രഹമൊന്നും എനിക്കില്ല, എനിക്ക് അത്ര വലിയൊരു ഒരു VMC മെമ്പർ ആവുക, അതാവണം, അതാവും. വെസ്റ്റേജ് ഉണ്ടെങ്കിൽ എൻ്റെ ലീഡേഴ്സും എൻ്റെ എല്ലാ ലീഡേഴ്സും എൻ്റെ മുകളിലുള്ള എൻ്റെ താഴെയുള്ള ലീഡേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാറും. നമുക്കൊന്നും ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു കൂട്ടായ്മയാണിത്, നമുക്ക് ഒറ്റക്ക് ഒരിക്കലും പറ്റും. ഒരു കൂട്ടായ്മ, അത് ഏത് ടീം ആയിക്കോട്ടെ, എല്ലാരും പാടെ കൂടെ. ഇപ്പൊ തിരൂര് ടീം നമ്മളൊരു കൂട്ടായ്മ, എന്ത് രസമുണ്ടായിരുന്നു, എല്ലാരും ഹാപ്പിനെസ്, എല്ലാരും നമ്മള് അത്ഭുതപ്പെട്ടു പോയി അല്ലെ. തിരൂരില് നമ്മൾ അനീസാരുടെയും രഞ്ജിത മാടിയിലൊക്കെ MC എന്തായിരുന്നു അത്, അത്ഭുതപ്പെട്ടു പോയില്ലേ. അതാണ് നമ്മളൊരു കൂട്ടായ്മയാണ്. നമ്മൾ വെസ്റ്റേജ് എന്ന് പറയുമ്പോ ഇന്ന ടീം നമ്മക്കേ അറിയുള്ളൂ, പുറത്തുള്ളവര് നമ്മൾ ഒന്ന് തന്നെയാണ്. നമ്മളെ ടേൺ ഓവർ മൊത്തത്തിലല്ലേ, നമ്മൾ സ്വന്തമല്ലല്ലോ. നമ്മളെ കമ്പനിന്റെ ടേൺ ഓവർ കൂടുമ്പോ നമ്മളെ ടേൺ ഓവർ കൂടൂലേ, കമ്പനിന്റെ ടേൺ ഓവർ കൂടുമ്പോ നമ്മളെ ഡയറക്ടർ ബോണസ് കൂടൂലേ, ടീം ബിൽഡിംഗ് കൂടൂലേ, കാർ ഫണ്ട് കൂടൂലേ, LOB കൂടൂലേ, പൈസ കൂടൂലേ. 10 പൈസ കൂടിയാൽ തന്നെ എത്ര പൈസ കൂടി. ഇതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഒരു ടൈം പോയതറിയില്ല, 9:11 ഒരു 2 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്താം. അപ്പൊ അതാണ് പറയുന്നത്. പിന്നെ അത്ര സൂപ്പറാണ്. അപ്പൊ ഒരിക്കലും ബാക്കോട്ട് ചിന്തിക്കാതെ എനിക്ക് വീണ്ടും 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 പറയാനുള്ളത്, നിങ്ങൾക്ക് നഷ്ടം. അല്പം ഒരു മാസം ക്വാളിഫൈ ചെയ്യൂല, എന്നാലും ബ്രോൺസ് ആയവരോട് എനിക്ക് പറയാനുള്ളത്, ചിലപ്പോ ഈ മാസം നിങ്ങൾ ബ്രോൺസ് ഡയറക്ടർ ആയിട്ടുണ്ടാവും, അടുത്ത മാസം ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല. ചിലപ്പോ സിൽവർ ആയിട്ടുണ്ടാവും, ഷെയ്ഡ് ഒത്തുന്ന് വരില്ല, ഗോൾഡ് ആയിട്ടുണ്ടാവും, ഷെയ്ഡ് വന്നെന്ന് വരില്ല. ഡോണ്ട് കം ബാക്ക്. ഒരിക്കലും നിങ്ങൾ ബാക്കോട്ട് പോകരുത്, മുന്നോട്ട് പോവാ. ഇതിൽ കിട്ടും. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ സ്വപ്നം നേടിയെടുക്കാൻ പറ്റും അല്ലേ. ഇപ്പൊ ഞാൻ ആർക്ക സാറായിട്ട് ഞാൻ സംസാരിച്ചു. ആർക്ക സാറും പറഞ്ഞു, നിങ്ങളൊക്കെ വന്നപ്പോ എന്റെ ഒക്കെ ടീം പോയിട്ട് ഞാൻ ടെൻഷനായിട്ട് നിൽക്കായിരുന്നു. എന്റെ ടീം എല്ലാം കൊഴിഞ്ഞു പോയി, ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴാണ് ഇന്ന് ഞാൻ ഡയമണ്ട് ഡയറക്ടറിലായി. അതാണ് വെസ്റ്റേജ്. നമ്മൾ ഒരിക്കലും ഒരു ദിവസം ഒരു നാള് ബാക്കോട്ട് പോയിച്ചിട്ട് നമ്മൾ ഒരിക്കലും നമ്മളെ മനസ്സ് പോകരുത്. നമുക്ക് പോസിറ്റീവ് എനർജിയോട് കൂടി പ്രവർത്തിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ വിജയിക്കും. കാരണം നമ്മൾ ഉറച്ചൊരു തീരുമാനത്തോടു കൂടി മുന്നോട്ട് പോവാ. ഒരിക്കലും നമ്മളെ വിജയിച്ച ആളുകൾ നമ്മളെ മുന്നിലുണ്ട്, യഥേഷ്ടമുണ്ട്. ഇപ്പൊ വനജ